ദാവീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അടിപ്പടമല്ല. അല്ല, അത് ഞാൻ ചോദിക്കുമായിരുന്നു. ഇത്രയും അടിപ്പടങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് വൈ ദിസ് അടിപ്പടം? ഒരിക്കലും അല്ല, ഒരിക്കലും പക്ക അടിപ്പടം എന്ന് നമുക്ക് ഒരിക്കലും ദാവീദിനെ പറയാൻ പറ്റില്ല. അതിനകത്ത് ബോക്സിംഗ് ഉണ്ട്, ഉറപ്പായിട്ട് ഒരു മാർഷൽ ആർട്സിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. പക്ഷെ പക്ക ഫാമിലി. ഇപ്പൊ എനിക്ക് അതിനകത്തൊരു ഭാര്യയും കൊച്ചും ഉണ്ട്. ഈ കൊച്ചായിട്ടുള്ള ഇമോഷൻ, പിന്നെ ഭാര്യയായിട്ടുള്ള കുറച്ച് മൊമെന്റ്സുകൾ, ഇതെല്ലാം പടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആ കൊച്ചിന് വേണ്ടിയാണ് ഇതിനകത്ത് അടിക്കാൻ തന്നെ പോണത്. ബോക്സിങ്ങിന് വേണ്ടി പോണത് തന്നെ കൊച്ചിന് വേണ്ടിയാണ്. അപ്പൊ ഫാമിലി എന്റർടൈനർ എന്ന് തന്നെ പറയാം. അപ്പൊ കൊച്ചു തമാശകളും കുറച്ച് സീരിയസ് ആവണതും അതൊക്കെയാണ് സിനിമ. എല്ലാ ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് പ്രോപ്പർ അടിപ്പടന്ന് ഒരിക്കലും ദാവീദിനെ വിളിക്കാൻ പറ്റില്ല. അല്ല, ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടാവില്ല കരിയറിൽ തുടങ്ങുമ്പോൾ തന്നെ അതൊരു പക്ക അടിപ്പടം പോലത്തെ, അതൊരു മാസ് പടമാണ്. വന്ന പടങ്ങളും ഏറ്റവും സക്സസ്ഫുൾ ആയ പടങ്ങളൊക്കെയും ഇത്തരത്തിലുള്ളൊരു ഒരു അടിപ്പടം എന്നൊരു ഫീൽ, അങ്ങനെ ഒരു സ്റ്റാറാണ് പെപ്പെ എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. ഒരു മാറ്റം ഇടയ്ക്കൊക്കെ ആഗ്രഹിക്കില്ല നമ്മളങ്ങനെ മാറ്റി നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. ഒരു 1-2-3 പടങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ കൊമേഴ്ഷ്യലി അതൊന്നും സക്സസ്ഫുൾ ആയില്ല. എന്ന് വെച്ചിട്ട് ഞാൻ തോറ്റ് പിന്മാറാൻ ഉദ്ദേശിച്ചുള്ള നമ്മൾ ഇനിയും കീപ് ട്രൈയിങ് എന്നുള്ള പറയാം. നമ്മളൊരു കാര്യം ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നാണല്ലോ. ഇപ്പൊ RDX എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഹിറ്റായി, അതെല്ലാം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിനകത്തെ ഈ കുഞ്ഞു കോമഡി രംഗങ്ങളുണ്ടല്ലോ, ഞാൻ വലുതായിട്ടല്ല പറയണത്, നമ്മുടെ കഴിവല്ല, ഡയറക്ടറിന്റെ കഴിവാണ്. അവരെഴുതി വെച്ചേണ്ട ഇതാണ്, സിറ്റുവേഷൻ്റെ ഇതുകൊണ്ടാണ് ആൾക്കാർ ചിരിച്ചത്. ആ ചിരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ, ഞാൻ തിയേറ്ററിലിരുന്ന് ഞാൻ 4ാമത്തെ ദിവസം പടം കണ്ട്. അപ്പം അത് ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് നമ്മുടെ ഒരു സീൻ വന്നു കഴിയുമ്പോൾ ആൾക്കാരിരുന്ന് തിയേറ്ററിലിരുന്ന് ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അപ്പം അതുപോലത്തെ കുറേ നല്ല പരിപാടികൾ. ഇപ്പം അത് കോമഡി മാത്രമല്ല, ത്രില്ലേഴ്സ്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള സിനിമകളും, ഡ്രാമ, അതെല്ലാം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ പറട്ടെ, ഈ പല പടങ്ങൾ ചെയ്യുമ്പോൾ പല ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഒരു നടനെന്ന നിലയിലൊരു വലിയ ഉയർച്ച ഉണ്ടാവുക. ശരിക്കും പടത്തിൽ വിജയരാഘവൻ ചേട്ടനുണ്ട്, കുട്ടേട്ടനുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല, ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം മമ്മൂക്കേനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ രാഗ്യം എനിക്ക് നടന്നൊക്കെ പറയും, എപ്പോഴും പറയാറുണ്ട്. പക്ഷേ വിജയരാഘവൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് അധികം പേര് അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. ഓരോ ടൈപ്പിലും ഓരോ സമയത്തും ഓരോ ടൈപ്പ് കഥാപാത്രങ്ങൾ പിടിച്ച ഇങ്ങനെ സ്വയം രാഗ്യം എനിക്കൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ ഈ പടത്തില്? വിജയരാഘവൻ ചേട്ടൻ, ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ മീറ്റ് ചെയ്യണത് ഒരു അമ്മ സംഘടനയുടെ മീറ്റിങ്ങിന്റെ അന്നാണ്. അപ്പൊ പുള്ളിക്കറിയാം ഞാനാണ് ഈ പടത്തിൽ ഉള്ളതും, എനിക്കറിയാം പുള്ളിയാണ് ഈ പടത്തിലുള്ളതെന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ട് കാണുമ്പോ പുള്ളി ഭയങ്കര എന്തായി, അപ്പൊ ഞാൻ എൻ്റെ അമ്മ അപ്പൊ മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ പോളേ പോണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി ഭയങ്കര റഫ് ആൻഡ് ടഫാന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് വന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ പുള്ളി വന്ന ദിവസം ദൈവമേ കാലമാടം വന്നല്ലോ, പണി പാളി, അങ്ങനത്തെ ഒരു ഇതാന്ന് വിചാരിച്ചത്. പക്ഷെ പുള്ളി ഭയങ്കര സിമ്പിൾ, ഭയങ്കര പാവം മനുഷ്യനാണ്. അന്നപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതെന്താ അന്ന് അങ്ങനെ പറഞ്ഞേ? അല്ല, അന്ന് നമ്മൾ വലിയ പരിചയമൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ നിന്റെ അടുത്ത് പറയേണ്ടത്? പുള്ളി വളരെ സിമ്പിളാണ്. പിന്നെ പുള്ളി നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത്, അപ്പൊ പ്രോപ്പറായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫേസിൽ വരും. പിന്നെ നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ലെഗ് മൂവ്മെന്റ്സ്, അങ്ങനെ പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പുള്ളി എൻ്റെ അടുത്ത്. ശരിക്കും ഒരു നടൻ എന്ന നിലയിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നുണ്ട് പുള്ളി. എനിക്ക് പുള്ളി എപ്പോഴും പറഞ്ഞു തരും. ഞാനും ചേട്ടനും തമ്മിൽ അത്രയും കമ്പനിയാണ്. കുറേ നേരം സംസാരിക്കും, എല്ലാ കാര്യങ്ങളും സംസാരിക്കും. പുള്ളി നമുക്കിങ്ങനെ അഭിനയത്തിന്റെ കാര്യം, പുള്ളിയുടെ ഫാമിലിയുടെ കാര്യം, എല്ലാ കാര്യവും സംസാരിക്കും. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ പുള്ളി ഒരുപാട് നമുക്ക് പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറഞ്ഞു തന്നത്. വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.